ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഈ ഒരു ഉപവാസത്തിന്റെ 30-ാം ദിവസം പകൽക്കാലം കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന്റെ കൃപയ്ക്ക് ഞാൻ ദൈവത്തിന്റെ സകല മഹത്വവും ബഹുമാനവും ഈ പ്രാരംഭ നിമിഷം അറിയിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൽ സ്നേഹവും ബഹുമാനം നിറഞ്ഞ പാസ്റ്റർ റോയി ബേബി അവറുകൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദാസനും കുടുംബത്തോടും സഭയോടുള്ള ക്രിസ്തുവിനുള്ള എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇതിനകത്തായിരിക്കുന്ന പ്രിയ പിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സുവിശേഷ വേലക്കാർ, കർത്താവിന്റെ ദാസന്മാർ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ പ്രാരംഭ നിമിഷം അറിയിക്കുന്നു. വലിയ ദൈവിക സാന്നിധ്യവും കർത്താവിന്റെ വലിയ കൃപകളും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയാലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വലിയ ദൈവിക പ്രത്യാശയാലും ദൈവിക സന്തോഷത്താലും നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രത്യാശയുള്ളവർ നിങ്ങളുടെ നിരാശകളെല്ലാം മാറ്റിവെച്ച് വലിയ സന്തോഷത്തോടെ പ്രസന്നതയോടെ ഇന്ന് പകൽ സ്തോത്ര കർത്താവദാസൻ ഓർപ്പിച്ചതുപോലെ വീഡിയോകൾ ഓണാക്കാൻ പറ്റുന്നവർ വീഡിയോകൾ ഓണാക്കി കർത്താവിന്റെ വചനം ഇന്ന് പകൽ നമ്മെ രൂപാന്തരപ്പെടുത്തും. കർത്താവിന്റെ വചനം നമ്മെ ബലപ്പെടുത്തും, നമ്മെ ശക്തീകരിക്കും, ആത്മാവിൽ ഒരു പടിയും കൂടെ നമ്മളെ ഉയർത്തും, നമ്മുടെ പ്രാർത്ഥനകളെ വർദ്ധിപ്പിക്കും, നമ്മുടെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ ഒരു പ്രത്യാശയോ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തെ ഒരു വലിയൊരു തിരിവിലേക്ക്, ദൈവിക വിടുതലുകളിലേക്ക്, ദൈവിക ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുക. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ വീഡിയോ ഓഫ് ആയിട്ടിരിക്കുന്നവരും വീടുകളിലായിരുന്നാലും യാത്രകളിലായിരുന്നാലും വലിയൊരു ആത്മാന്തരീക്ഷത്തിനകത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുമെങ്കിൽ കർത്താവ് നിശ്ചയമായും ദൈവത്തിന്റെ വചനം ആരുടെ മേൽ ഇതിനകത്ത് വരണമെന്ന് ഓൾറെഡി സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് തെറ്റിപ്പോകത്തില്ല. ആരുടെ ലൈഫിനകത്ത് വിശ്വസിക്കുന്നവരുടെ മേൽ, സ്വീകരിക്കുന്നവരുടെ മേൽ, അതിനെ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായിട്ട് അത് കൈമാറും. വേഗത്തിൽ നമുക്ക് ചില വചനങ്ങൾ വായിക്കാൻ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എന്റെ പേര് ജോയി പോൾ എന്നാണ്. കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ടിട്ട് പാണ്ടത്തും സഭാ ശുശ്രൂഷകനായിട്ടും ആയിരിക്കുന്നു. കർത്താവ് വായിക്കുന്നിടത്തെല്ലാം കർത്താവിന്റെ വേലയായിട്ടായിരിക്കുന്നു. പകൽ കർത്താവ് നമ്മെല്ലാവരും അടിയന് വൈഫും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. എന്റെ കുടുംബത്തെ ശുശ്രൂഷകളെ വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വേഗത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒരാളെ ശബ്ദമുയർത്തി വായിച്ച. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. യേശുവിന്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ചും പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിന്റെ 30-ാം ദിന പകൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് ഇന്ന് പകൽ പണിയട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇന്ന് പകലും വ്യക്തമായും ദൈവമേ സംസാരിക്കണം. ദൈവവചനത്തിലൂടെ സംസാരിക്കണം, ഇടപെടണം. ദൈവിക ആലോചനകൾ ഞങ്ങൾക്ക് നൽകണം. കർത്താവ് ഞങ്ങളോട് ഇടപെടുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഞാനൊരു ദൈവം കോമൺ ആയിട്ട് പറയുന്ന ഒരു ദൂത് പറഞ്ഞ് ഞാൻ ഈ വചനത്തിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നോട് പറയുന്നു, ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും പ്രാർത്ഥനയോടെ ചില വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലതിനകത്തിട്ടുണ്ട്. ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ എനിക്കൊരു മറുപടി ഉണ്ടാവണം. കർത്താവേ, നീ എനിക്കൊരു സൈൻ, ചില സൈൻ വെളിപ്പെടുത്തണം, ഒരു അടയാളം നീ വെളിപ്പെടുത്തണം, എനിക്കതൊന്ന് കാണണം എന്ന് പിടിച്ചു വെച്ച് വിടാതെ, പരിശുദ്ധാത്മാവിനെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. സ്തോത്രം. പിടി നീ വിടണ്ട. സ്വർഗത്തിലെ ദൈവം ചില മണിക്കൂറുകൾക്കകത്തും ഒരു വിടുതലുമായി ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ചു കഴിഞ്ഞെന്ന് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയാൻ പറയുന്നു. ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അയച്ചു കഴിഞ്ഞെന്ന്. ദൈവത്തിന്റെ പ്രവൃത്തി ചോദിച്ചത് ഭൗതികമായ വിടുതലല്ല. ഈ ദൂത് ഞാൻ ആരുടെ പേര് പറഞ്ഞല്ല പറയുന്നത്. സ്വീകരിക്കാൻ ഇത് എന്നോടാണ് എന്ന് പറയുന്നവർ സ്വീകരിച്ചോണം. ഒരു ഭൗതികമായ കാര്യങ്ങളെ കാണും. ദൈവമേ, നിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ വിട്ടു തരുന്നെന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുത്ത്
പലപ്പോഴും ഭൗതികത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കരഞ്ഞു ഓടി തലമുറകൾക്ക് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും പലപ്പോഴും അതിനകത്ത് ഓടി തളർന്നു പോയ മേഖലയിൽ വീണ്ടും വിടാതെ വിശ്വാസം മുറുകെ പിടിച്ച് നിന്റെ ഇഷ്ടം നടന്നേ മതിയാകത്തുള്ളെന്ന് പറഞ്ഞിരിക്കുന്ന ചിലരുടെ ജീവിതത്തേക്ക് നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിന്റെ കർത്താവ് പറയുന്നു, ഞാൻ എന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ മണിക്കൂറുകൾക്കകത്ത് ചില ജീവിതങ്ങളിൽ പുതിയ വഴികൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ചില തലമുറകളെ ഞാൻ ഇവിടെ പ്രാരംഭത്തിൽ എനിക്ക് ദൂത് പറയണമെന്ന് ഞാൻ വചനം പറയാനായി ഞാൻ നിന്ന്, പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ചില തലമുറകളെ ശുശ്രൂഷകൾക്ക് വേണ്ടി കരം പിടിച്ച് ദൈവം മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. ചില പുറകിൽ കിടക്കുന്ന ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊടുവെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവോട് പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും. ഇതിനകത്ത് ചില കരങ്ങളെ ദൈവാത്മാവ് വ്യക്തമായി എന്നോട് പറയുന്നു, ചില കരങ്ങളെ, അത് സഹോദരിമാരാകാം, സഹോദരന്മാരാകാം, ബലഹീനരാകാം, രോഗികളാകാം, സ്തോത്രം, ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ചില കരങ്ങളെ ദൈവത്തിന്റെ സഭയെ പണിയിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ എഴുന്നേൽപ്പിച്ചു കൊണ്ട് വരുന്ന ഒരു കാഴ്ച. മാനുഷിക ശക്തി കൊണ്ടല്ല, ഇത് ദൈവത്താൽ എന്ന് പറയത്തക്ക നിലവാരത്തിൽ വരേണ്ടതിനാണ്. കൂട്ടിച്ചേർത്ത് പരിശുദ്ധാത്മ പറയുന്നു, ഇന്നു വരെ മുൻപിലുള്ള ബ്ലാങ്കുകൾ തടയപ്പെട്ട് കിടക്കുന്ന, പണിയാൻ കഴിയാതെ കിടക്കുന്നത്, പുറമേ ഉള്ളവർ നോക്കുന്ന പോലെ അകത്തളത്തിൽ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്ന മേഖലകളായിപ്പോയത് സ്വർഗത്തിലെ ദൈവം പറയുന്നു, എന്തോ നിന്റെ പരാജയമല്ല, ശത്രുവിന്റെ പദ്ധതികളോ കെണികളോ അല്ല, എന്റെ ബലമാണെന്ന് എനിക്ക് തെളിയിക്കേണ്ടതിന്, ഹല്ലേലൂയ, ഞാൻ ദൈവം തന്നെ ഇത് പ്രവർത്തിച്ചെന്ന് പറയേണ്ടതിന്, സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടേണ്ടതിന് അത്രയും ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ എന്ന് പറയുമ്പോ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ചിലരുടെ തലയിലേക്ക് ദൈവത്തിന്റെ അഭിഷേക തൈലം ചില ദൂതന്മാർ ഇറങ്ങി ഒഴിക്കുന്നത് അടുത്തൊരു സീസണിലേക്ക്, അടുത്തൊരു നിലവാരത്തിലേക്ക്, അടുത്തൊരു ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൊണ്ടുപോകുമെന്ന് ദൈവാത്മാവോട് പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ പാസ്റ്റർ റോയ് പാസ്റ്റർ ദൈവാത്മാവ് പ്രവചിക്കാനല്ല ഞാൻ ഇന്ന്, പക്ഷെ പരിശുദ്ധാത്മാവിനോട് നിർബന്ധിക്കുന്നു, അടുത്തൊരു ഭയങ്കരമായ ഒരു ശുശ്രൂഷയുടെ മുഴക്കത്തിലേക്ക് തന്റെ ഭക്തനെ ദൈവം കയറ്റി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മാറാൻ പോകുകയാണ്. ആമേൻ. പട്ടണങ്ങളുടെ അന്തരീക്ഷങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നു. ദേശങ്ങളുടെ അധികാരങ്ങളെ ഒതുക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഒരു സൈന്യം ഈ ഉപവാസ പ്രാർത്ഥനയുടെ മുകളിൽ ഇറങ്ങി നിൽക്കുന്നു. സ്വർഗീയമായ സൈന്യം ഇറങ്ങുന്നു. ദൈവാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. വീട് കിടക്കുന്ന വിത്തുകൾ, പൊട്ടിമുളയ്ക്കാതെ കിടക്കുന്ന വചനത്തിന്റെ വിത്തുകളെ ദൈവദാസനെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരുപാട് വിത്തുകൾ വാരി വിതറിയിട്ട് അതൊന്ന് പൊട്ടി മുളയ്ക്കാൻ കണ്ണും നട്ടു നോക്കിയിരിക്കുന്ന ഒരു അഭിഷക്തനെ ദൈവാത്മാവിൽ എന്നെ കാണിക്കുന്നു. പരിശുദ്ധാത്മ പറയുന്നു, കർത്താവ് വിത്തുകളെ മുളപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന വിത്തുകളുടെ മേൽ വീഴുന്ന മഴയാണ്, ആത്മാവിന്റെ മഴയാണ്, ആത്മാവിന്റെ മഴയാണ്. അത് മുളയ്ക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കും. ഈ ദിവസങ്ങളിൽ കൂട്ടമായ വിടുതലുകളെ ചെയ്യുന്ന ഒരു ദൈവ പ്രവർത്തിക്കായി യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. വലിയൊരു കൂറ്റൻ മരം, ആ മരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഫലത്തിൽ നിന്ന് ഉതിർന്നു വീണ വിത്തുകൾ ആ മരത്തിന്റെ ചുറ്റിനും കൂമ്പാരമായി കിടക്കുന്നു. കർത്താവിനോട് പറയുന്നു, ആ വൻമരം കർത്താവിന്റെ ദാസനാണ്. ദാസന്റെ ഫലത്തിനകത്തുനിന്ന് വീണ ഒരുപാട് വചനത്തിന്റെ വിത്തുകൾ, പ്രാർത്ഥനകൾ, കണ്ണുനീരുകൾ ചുറ്റിനും കൂമ്പാരമായി കിടക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവദൂതന്മാർ ആ വിത്തുകളെ രാജ്യങ്ങളിലെടുത്ത് എറിയാൻ ഉപയോഗിക്കാൻ പോവുകയാണ്, പട്ടണങ്ങളിലെടുത്ത് എറിയാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. അവിടെ മാത്രമല്ല, കണ്ണുനീര് എവിടെ വിതച്ചോ കൊയ്ത്തിന്റെ സമയമാണെന്ന് ആത്മാവ് പറയുന്നു. കൊയ്ത്തിന്റെ സമയമാണ്. കൊയ്ത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൂത് പറയുമ്പോ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ കരത്തിലേക്ക് ദൈവം തന്റെ അഭിഷേകത്തെ കൈമാറുന്നു. സഭയെ പണിയേണ്ടതിന് ഞാൻ എന്റെ സഭയെ പണിയും. നിന്റെ കുടുംബത്തിനകത്ത് ചില തലമുറകളെ ദൈവത്തിന്റെ സഭയുടെ കട്ടകളാക്കി നീ പണിയാൻ പോകുകയാണ്. നിന്റെ കുടുംബനാഥനെ ദൈവത്തിന്റെ സഭയുടെ ഒരു നെടുന്തൂണായി നീ പണിയാൻ പോകുകയാണ്. നിന്റെ പട്ടണത്തെ നീ പണിയാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആധാരത്തെ ആത്മാവിന്റെ ആയുധമായി വാളായി ദൈവം
പണിയുകയാണ്. മൂർച്ച ഇല്ലെന്ന് ആര് പറഞ്ഞു? അവിടെ മൂർച്ചയുള്ളതാണെന്ന് തെളിയിക്കാൻ പ്രാർത്ഥനയുടെ അധികാരങ്ങൾ ക്ഷണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഉപവാസ പ്രാർത്ഥന അങ്ങ് അസാധാരണമായ ഒരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നതിനെ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വർഗം അത് ചലിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഞാൻ ഒരു ജോയി പാസ് പ്രസംഗിക്കുന്നോണ്ടല്ല, ഇതിനകത്ത് ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ മുൻ നിർണയമുള്ളത് കൊണ്ട്, ദൈവം ഈ ശുശ്രൂഷകൾക്കകത്ത്, ഈ പ്രാർത്ഥനകൾക്കകത്ത് ദൈവം തനിക്ക് വേണ്ടുന്ന അധികാരങ്ങളെ, തനിക്ക് വേണ്ടുന്നതിനെ, അന്ത്യകാലഘട്ടമാണ്, ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല. നിത്യതയുടെ ഭയങ്കരമായ വെളിപ്പാടുകൾ ദൈവദാസന്മാരുടെ മേലും അഭിഷക്തന്മാരുടെ മേലും പ്രാർത്ഥിക്കുന്നവരുടെ മേലും പകർന്നുകൊണ്ട് ദൈവസഭയെ അവസാനത്തെ ഒരുക്കൽ പണികളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇനി മുൻപിൽ ഒരു സമയം നമ്മുടെ മുമ്പിലില്ല. എന്തോ ലോകത്തിന്റെ പ്രാപിച്ചെടുക്കാനുള്ള സമയമില്ല. അത് വരും, പുറകെ വരും. എന്നാൽ മുൻപിൽ ചില ദൈവിക ദൗത്യങ്ങൾ, നീ ജനിച്ചപ്പോഴേ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി, എനിക്ക് ചിലരുടെ പേര് വിളിച്ച് ദൂത് പറയണമെന്നുണ്ട്. എന്നാൽ ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോണം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ദൈവം ഇട്ട പദ്ധതികളും വാഗ്ദത്തങ്ങളെയും നിവർത്തിക്കേണ്ടുന്ന സമയമാണ്. അതിന്റെ സമയം വന്നിരിക്കുന്നു. ആ സമയത്തിലേക്ക് ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയാണ്. സാഹചര്യങ്ങളും സിറ്റുവേഷനുകളും ഒതുക്കിക്കളഞ്ഞ മേഖലകൾ അവിശ്വാസത്താൽ നിന്നെ ഇരുത്താൻ നോക്കിയെങ്കിലും ഇന്നത്തെ ഈ പ്രാർത്ഥന, ഈ ദിവസങ്ങളുടെ പ്രാർത്ഥന അവിശ്വാസത്തിന്റെ കെട്ടുപാടുകളെ പൊട്ടിച്ച് ഒന്നിനാലും തടയാൻ പറ്റാത്തതുപോലെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാതിലും ദൈവത്താൽ മതിലിയാടി കടക്കുമെന്ന് ആത്മാവിൽ വിശ്വാസത്താൽ വിളിച്ചു പറയുന്ന ആത്മമനുഷ്യന്റെ കത്ത് എഴുന്നേറ്റു വരുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം അത് ഈ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ്, ഈ ഉപവാസം തീരുന്നതിന് മുൻപ് ദൈവം ചിലരുടെ മേൽ അസാധാരണമായ ദൈവിക അധികാരങ്ങളെ പരിശുദ്ധാത്മാവ് കൈമാറും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ, അന്യഭാഷ വരം പ്രാപിച്ചവർ അന്യഭാഷകളിൽ പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് തൊടും, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. കർത്താവ് ആത്മീകമായ മേഖലകൾക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. എന്നാൽ ഒന്നുകൂടെ കയറി പരിശുദ്ധാത്മ പറയുന്നു, ആത്മമണ്ഡലങ്ങളെ ഇന്നു പകൽ എഴുന്നേൽപ്പിക്കുമ്പോൾ തന്നെ ചില ഭൗതിക മേഖലകളിൽ വല്ലാണ്ട് കരയുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കും. ആ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം ചലിക്കും. പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു ദൂതൂടെ ദൈവാത്മാവ് പറയുന്നു, ഒരുപാട് നാള് തറയിലിട്ട് ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ചില ദൈവിക ജീവിതങ്ങളെ ദൈവാത്മാവ് പറയുന്നു, ആ കണ്ണുനീരിനൊരു മറുപടിയുമായി ഒരു ദേശത്തെ പിടിക്കുന്ന ഒരു അധികാരം, എനിക്കറിയത്തില്ല, കർത്താവിന് പറയുന്നു ദേശത്തെ പിടിക്കുന്ന ഒരു അധികാരം ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് കൈമാറുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് 2 ലേഖനങ്ങൾ എഴുതി. 1 കൊരിന്ത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം. രണ്ടും ദൈവസഭയ്ക്ക് ഈടുറ്റ കാവലായ ഒരു ക്രിസ്തീയ ജീവിതം ജയകരമായി ജീവിക്കുവാൻ കർത്താവിൽ വിശ്വാസത്തിൽ അടിയുറച്ച് ലോകത്തിന്റെ സകല പദ്ധതികളെ തകർത്തു മുന്നേറി ജീവിക്കാൻ കൊരിന്ത്യ സഭയെ പഠിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒട്ടും അതിന്റെ കാതൽ കുറയാതെ വചനത്തിന്റെ പ്രത്യേകത ഏത് കാലഘട്ടത്തിലും ഒരുപോലെ നിൽക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ആ വചനം ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഒരു വാക്ക് പോലും, ഒരു വാക്യങ്ങൾ പോലും ഈ 2 ലേഖനങ്ങൾക്കകത്തൊന്നും മാറ്റിവെക്കാനില്ല. എന്നാൽ 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം സ്തോത്രം 4 സംസ്കരം പഠിച്ചാൽ അതിനകത്ത് ഒത്തിരി ജീവിതങ്ങളെ തിരിക്കുന്ന 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം അവിടെ ക്രിസ്തുവിന്റെ ജീവന്റെ വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ നിന്ന് വെളിപ്പെടുന്നതിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായങ്ങളകത്ത് പറയുന്നത്. സ്തോത്രം. എന്റെ സബ്ജക്റ്റ് തന്നെ നമ്മുടെ അകത്തൊരു ക്രിസ്തുവിന്റെ ജീവനുണ്ട്. ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ മേലുണ്ട്. നമ്മൾ ക്രിസ്തുവിൽ നിൽക്കുന്നവരാണ്. പൗലോസ് പറയുന്നു, ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ജോയി ഇപ്പോൾ മാറി. ജോയിയുടെ വെറും പേര് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇപ്പോൾ എന്റെ സ്വഭാവം, എന്റെ സംസാരം, എന്റെ പ്രസംഗം, എന്റെ വാക്കുകൾ, എന്റെ നോട്ടങ്ങൾ, എന്റെ നടത്ത എല്ലാം ക്രിസ്തുവിൻ്റെതായി മാറി. കാരണം ജോയി മരിച്ചുപോയി, ലോകത്തിന്റെ ജോയി മരിച്ചുപോയി. ഇപ്പോൾ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറയാം, ഈ ലോകത്തിൽ നമ്മൾ സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട്
എന്തെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. പക്ഷെ ഈ ലോകത്തിലല്ല ദൈവം നമ്മെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നിത്യതയിൽ നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഈ ലോകത്തിലെ സെറ്റിൽമെന്റിന് നിൽക്കത്തില്ല. ഈ ലോകത്തിൽ സ്തോത്രം എല്ലാം ഒന്ന് ഒതുങ്ങാൻ നമ്മൾ നിൽക്കത്തില്ല. എല്ലാം ഒതുങ്ങിയാലും ഇല്ലേലും എനിക്ക് പ്രശ്നമില്ല. ഒതുങ്ങിയാലും ഇല്ലേലും ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിലാണ്. ഒതുങ്ങാതിരിക്കെ, നടക്കാതിരിക്കെ അതെന്റെ പ്രശ്നമല്ല. എനിക്ക് ഒന്നറിയാം, എന്റെ ജീവൻ ഇന്ന് അവസാനിച്ചാൽ എനിക്കൊരു നിത്യതയുടെ ജീവൻ എന്റെ അകത്ത് ചലിക്കുന്നുണ്ടെന്ന്, നിത്യതയിലേക്ക് തുടിക്കുന്ന ഒരു ജീവൻ എന്റെ അകത്ത് ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിവ് ഇന്ന് രാവിലെ ദൈവാത്മാവ് നൽകാൻ പോകുകയാണ്. ആർക്കും ഒതുക്കാൻ കഴിയാത്തൊരു ജീവൻ, ആർക്കും ഭീഷണിപ്പെടുത്താൻ കഴിയാത്തൊരു ജീവൻ, ഒരു വാക്കിനും ക്ഷീണിച്ചു പോകാത്തൊരു ജീവൻ, ഒരു വാക്കിനും ഒതുങ്ങിപ്പോകാത്തൊരു ജീവൻ, സാഹചര്യങ്ങളെ കണ്ട പേടിക്കാത്തത്, സാമ്പത്തിക തകർച്ചകളെ കണ്ടാൽ കരയാത്തത്, ആരെങ്കിലും വഴക്കു പറഞ്ഞാൽ ഒതുങ്ങിപ്പോകാത്തത്, ലോകത്തെ കണ്ട് പേടിക്കാത്തത്, ലോകത്തിന്റെ ഇമ്പങ്ങളെ കണ്ട് ഒതുങ്ങാത്ത ഒരു ജീവൻ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമേ എന്റെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നു. ആ ജീവനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായം 11-10 വാക്യം പറയുന്നത്. യേശുവിന്റെ ജീവൻ, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്, യേശുവിന്റെ മരണം ഹല്ലേലൂയ ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു അസാധാരണമായ ജീവൻ കാൽവറിയിൽ വെടിഞ്ഞ എനിക്ക് വേണ്ടി സ്തോത്രം ജീവൻ വെച്ച കർത്താവിന്റെ ജീവൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജീവൻ. എല്ലാവർക്കുമല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൽ നിൽക്കുന്ന ഒരു ദൈവവൈതൻ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജീവൻ. സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയൊരു അപകടകരമായ കാര്യം, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അഭിഷേകത്തിൽ നിൽക്കുകയാണ്. എന്നാൽ പലപ്പോഴും ഈ ജീവന്റെ, ക്രിസ്തുവിന്റെ ജീവന്റെ സ്തോത്രം സാന്നിധ്യവും ആ ജീവന്റെ പ്രത്യേകതകളും ആ ജീവൻ ഒന്ന് അനുഭവിക്കാൻ പലപ്പോഴും കഴിയാതെ, ആ ജീവന് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയാതെ, ആ ജീവൻ, ആ ക്രിസ്തുവിന്റെ ജീവൻ ഈ കാലഘട്ടത്തിൽ എന്നിലൂടെ ചെയ്യുന്ന അസാധാരണമായ കാര്യങ്ങളെ സ്തോത്രം അത് അനുഭവിച്ച് ജീവിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ കണ്ടിരിക്കുമ്പോ, കർത്താവിന്റെ ജീവൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നത് കണ്ട്, അത്ഭുതകരമായി എന്നിലൂടെ കർത്താവിന്റെ ജീവൻ ചലിക്കുന്നത് കണ്ട്, സ്തോത്രം ആ ജീവൻ എന്നിലൂടെ വ്യാപരിക്കുന്നത് കണ്ട്, സ്തോത്രം ക്രിസ്തുവിൽ ജീവിക്കുവാൻ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുമ്പോ, ആ ജീവനിൽ വെളിപ്പെടുന്നതിനെ അനുഭവിക്കാൻ കഴിയാതെ ലോകത്തിലെ സാധാ ജീവനിൽ വെളിപ്പെടുന്നതിനെ കുറിച്ച് ഓർത്ത് ജീവിക്കാൻ ശത്രു വെല്ലുവിളിക്കുമ്പോ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ ജീവൻ എന്റെ അകത്തു മാത്രമല്ല എന്റെ ശരീരത്തിൽ ഒന്ന് വെളിപ്പെട്ടു വരണം. ഇന്ന് പകൽ നമ്മൾ പുറമെയുള്ള ഭക്ഷണം വെടിഞ്ഞ്, പാനീയം വെടിഞ്ഞ്, ആഹാരം ഇല്ലാഞ്ഞിട്ടല്ല ഈ ഉപവാസ പ്രാർത്ഥന. ഇതിനകത്ത് ഭാഗികമായോ ഫുള്ളായോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, ആഹാരമെല്ലാം ദൂരെ കളഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നത് എന്റെ പുറമെയുള്ള ജീവനിലെ ചില കാര്യങ്ങൾ നടക്കാനല്ല, എന്റെ അകത്തു വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനെ എനിക്കൊന്ന് ആസ്വദിക്കാൻ. സ്തോത്രം, കർത്താവ് പറയുന്നു, സ്വർഗീയമായ ജീവൻ ഈ ഭൂമിയിൽ എന്റെ അകത്തിരിക്കുമ്പോൾ, എന്നിൽ തന്നിരിക്കുമ്പോൾ, നിത്യത എന്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ, കർത്താവിനോട്, ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിന്റെ ശക്തിയെ ഞാനൊന്ന് അനുഭവിക്കേണ്ടതിന്, ഇന്ന് പകലും ഉറക്കം ഉണരുന്നതിന് മുൻപ് അനുഭവിക്കാതിരിക്കാൻ നെഗറ്റീവുകളും ഹൃദയത്തിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, നിരാശകളും കൊണ്ട് മാത്രമാണ് പലരെയും ശത്രുവായ ഉറക്കം എഴുന്നേൽപ്പിക്കുന്നത്. നൂറുകണക്കിന് ചിന്തകളും നൂറുകണക്കിന് വാക്കുകളും ചെവിക്കകത്തൂടെ കയറ്റി വിടുമ്പോൾ, ഇന്നു പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിന്റെ ശരീരത്തിൽ ഇന്നു പകൽ ക്രിസ്തുവിന്റെ ജീവൻ കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജോയി പോൾ പാസ്റ്റർ അല്ല ഈ ജീവൻ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കർത്താവിന്റെ വചനത്തിന് ഇതിനകത്തായിരിക്കുന്ന കേൾക്കുന്ന ദൈവമക്കളുടെ മേലും എന്റെ അകത്തും സ്തോത്രം ഒരു വിശ്വാസത്തെ പുറത്തെടുക്കാൻ കഴിയും, ഒരു വിശ്വാസം വളർത്താൻ കഴിയും. ഹല്ലേലൂയ. ഈ വിശ്വാസം എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ.
സ്തോത്രം. ഒരു കാര്യം പറഞ്ഞ് ഞാൻ വചനത്തിലേക്ക് കടക്കാം. ആ വചനത്തിലേക്ക് ഈ പോയിന്റിലേക്ക് മടങ്ങി വരാം. യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ചു. നമ്മളെല്ലാവരും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. യേശു ഉപവസിച്ച് കഴിഞ്ഞപ്പോഴാണ് പിശാച് അടുത്ത് വന്നത്. ഉപവസിക്കുന്നതിനിടയിലല്ല വന്നത്, ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ. വചനം എങ്ങനെ പറഞ്ഞ? ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അടുക്കൽ ആര് വന്നു? പരീക്ഷകൻ പരീക്ഷിപ്പാൻ വന്നു. സ്തോത്രം. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, യേശുവിന്റെ ഉപവാസം സ്തോത്രം പിശാച് മുടക്കാനാണ് വന്നെന്നാണ് പറയുന്നത്. അല്ല, യേശുവിന്റെ ഉപവാസം കഴിഞ്ഞപ്പോഴാണ്, അവൻ ഉപവസിച്ച് കഴിഞ്ഞപ്പോഴാണ് പിശാച് പരീക്ഷകൻ എന്ത് ചെയ്ത് അടുത്തു വന്നു. ഹല്ലേലൂയ. പിശാച് അടുത്തു വന്ന് അവൻ പരീക്ഷിക്കാൻ തുടങ്ങിയത് സ്തോത്രം, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലപ്പമാക്കി തീർക്ക എന്ന് പറഞ്ഞ് കർത്താവിന്റെ ആഹാരത്തെ അല്ലെങ്കിൽ കർത്താവിന്റെ ഉപവാസത്തിനെ സ്തോത്രം ബ്രേക്ക് ചെയ്യാനാണ് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ പറയാം, ദൈവം നമ്മുടെ ഉപവാസത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിനകത്ത് ഉണ്ടാകുന്ന സകല പുറമേ ഉള്ള ജീവനെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ആ ജീവനിന്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ ലോകത്തിലുള്ള എന്തിനേയും എന്റെ അകത്തെ ജീവനെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്ക് കഴിയുമെന്ന് തെളിയിക്കാനാണ് ഉപവാസ പ്രാർത്ഥന. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒന്നുകൂടെ ഞാൻ പറയാം. ലോകത്തിലുള്ള എന്റെ പുറമേ ഉള്ള ജീവനെ നിലനിർത്താൻ വേണ്ടി എന്നിൽ വെളിപ്പെടുന്ന ആഹാരം എനിക്കൊരു സന്തോഷമാണ്. നല്ല ഫുഡ് കിട്ടിയാൽ, രുചികരമായ ആഹാരം കിട്ടിയാൽ എനിക്ക് സന്തോഷമാണ്. ഒത്തിരി പേര് ആഹാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ എന്റെ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടി വെളിപ്പെടുന്ന ഏത് സന്തോഷത്തെയും ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ അകത്തു വ്യാപരിക്കുന്ന ജീവന് ഒരു സന്തോഷം, അല്ലെങ്കിൽ അകത്തു വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനിലാണ് എന്റെ സന്തോഷമെന്ന് എനിക്ക് തെളിയിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പിശാച് വന്നിട്ട് പറഞ്ഞ ഈ കല്ലപ്പമായി തീർക്കാൻ പറഞ്ഞപ്പോ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അല്ല. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ അകത്തു വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. ആ ജീവൻ ഹല്ലേലൂയ അവനെ ജീവിപ്പിക്കുന്ന ജീവനാണ്, അവനെ നടത്തുന്ന ജീവനാണ്, അവനെ പരിപാലിക്കുന്ന ജീവനാണ്. ആ ജീവന്റെ പ്രത്യേകത, അത് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുന്നതിന് മുമ്പ് 3-ാം അധ്യായത്തിൽ നമ്മൾ കടന്നാൽ, എന്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഞാൻ ഇതിനകത്തോട്ട് കയറി വന്നുകൊണ്ട് പറഞ്ഞതാണ്. ഹല്ലേലൂയ, സ്തോത്രം. 3-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ അവസാന വാക്യത്തിനകത്ത് കാണുന്ന ഒരു കാര്യമുണ്ട്. ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ഈ ലോകത്തുള്ള മണ്ണുകൊണ്ടുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം പറയും ദൈവത്തിന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, എന്റെ വചനവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം, മക്കൾ ജഡത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ പ്രിയ മക്കൾ ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. മക്കൾ പുറമേയുള്ള ജീവനെ എങ്ങനെ പിടിച്ചു നിർത്താമെന്ന് ചിന്തിക്കുമ്പോൾ പ്രിയ മക്കൾ അകത്തുള്ള ജീവന്റെ ആസ്വാദനത്തിൽ, അകത്തുള്ള ജീവന്റെ ശക്തിയിൽ, അവരുടെ മേൽ വ്യാപരിക്കുന്ന അതിമഹത്തായ സന്തോഷത്തിൽ, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞത് എന്തോ സമാധാന കേടുണ്ടാകുന്ന സമയത്ത് ഒരു സമാധാനം തരുമെന്നല്ല പറഞ്ഞേ, ഒരു നാളും ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത അകത്ത ജീവന്റെ മേൽ ഒരു ദൈവിക സമാധാനമുണ്ട്. ആ സമാധാനത്തെ ഞാൻ ഇങ്ങനെ പേര് വിളിക്കും, ക്രിസ്തുവിന്റെ ജീവൻ തുടിക്കുന്ന സമാധാനം. പുറമെയുള്ള മനുഷ്യന്റെ വാക്കുകൾ ജഡത്തിൽ നിന്ന്, ആദാം ദൈവത്തിന്റെ മകൻ ജഡം ലോകത്തിൽ ആയിരിക്കുന്നതിനകത്തുനിന്ന് വെളിപ്പെട്ട സമാധാനം താൽക്കാലികമാണ്. എന്നാൽ ആരുമില്ലാത്ത മരുഭൂമിക്കകത്തും, ആരുമില്ലാത്ത ഒറ്റപ്പെടലിനകത്തും ഹല്ലേലൂയ എന്റെ ദൈവം, ഈ ദൈവമെന്ന്, ഈ ദൈവം ഇവിടെ ഉണ്ട്, സത്യം ഞാനോ അറിഞ്ഞില്ലെന്ന് യാക്കോബ് പറഞ്ഞ യാക്കോബിനെ അന്ന് തൊട്ട് പിന്തുടരാൻ തുടങ്ങിയ ദൈവത്തിന്റെ സമാധാനം. ഹല്ലേലൂയ. ലാബാൻ പുറകെ വന്ന് അവസാനിപ്പിച്ചു കളയാൻ പുറകെ വന്നപ്പോഴും ദൈവം ഇറങ്ങി ലാബാനോട് പറഞ്ഞു, ലാബാന് എന്റെ ദാസനെ യാക്കോബിനോട് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ സൂക്ഷിച്ചോ. കാരണം അവൻ നിൽക്കുന്നത് പുറമേ ഉള്ള എന്തോ ഒന്നിനെ കണ്ട് അവൻ അകത്തു വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനത്തിൽ. ഇന്ന് പകൽ ആത്മാവിൽ പറയാം, ഈ ഉപവാസ പ്രാർത്ഥന സ്തോത്രം, ഭൗതികമായ നൂറുകണക്ക് വിഷയങ്ങൾ നമുക്കുണ്ടായിരിക്കാം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് അതുണ്ടാകും, അത് വേണം. പക്ഷേ സ്തോത്രം, കർത്താവ് ആഗ്രഹിക്കുന്നത്, പിടിക്കുന്നത് പുറമേയുള്ള എന്തോ ശക്തിക്കകത്ത് നിന്നല്ല, എന്റെ അകത്തു വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവന്റെ ശക്തി എന്നിൽ വെളിപ്പെട്ടു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം പഠിക്കുമ്പോൾ തന്നെ യേശു സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി. അടുത്ത വചനം പറയുന്നത് എങ്ങനെയാണ്? സ്വർഗ്ഗത്തിൽ ഒരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിയുമ്പോ സ്വർഗത്തിലെ ദൈവം ഇതിനകത്തിരിക്കുന്ന പലരെയും നോക്കി ലോകത്തോട് വിളിച്ചു പറയും, ഇവൾ എന്റെ പ്രിയ പുത്രി, ഇവൻ എന്റെ പ്രിയ പുത്രൻ. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ കുറിച്ചോ. ദൈവാത്മാ പറയുന്നു, ലോകം നിങ്ങളെ കാണാൻ പോകുന്നു ദൈവത്തിന്റെ മക്കളെന്ന്. ലോകം ദൈവത്തിന്റെ പ്രിയ മക്കൾ എന്നുള്ളത് നീ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൊണ്ട് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തുന്ന കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കൾ അകത്തുള്ള ജീവനെ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അവരുടെ വാക്കുകൾക്ക് ആ ജീവന്റെ ശക്തി ഉണ്ടായിരിക്കും. അവരുടെ നോട്ടത്തിന് ആ ജീവന്റെ സ്നേഹം ഉണ്ടായിരിക്കും. അവരുടെ വാക്കുകൾക്ക് ആ ജീവന്റെ സമാധാനം ഉണ്ടായിരിക്കും. അവർ രോഗിയെ തൊട്ടാൽ അവന്റെ സകല വേദനകളും മാറി ആ രോഗബന്ധനം അഴിഞ്ഞിരിക്കും. അവനൊരു സ്തോത്രം പിശാച് ബാധിച്ചവന്റെ അടുക്കൽ ചെന്നാൽ അവനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറും. ഞാനൊരു ദൂത് അവിടെ നിർത്തി പറയാം. ഇന്ന് രാത്രി, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവനോട് പറയുന്നു, ഈ മീറ്റിംഗിനകത്ത് കയറിയ പലരും ദൈവം തന്റെ ശുശ്രൂഷകളാൽ നിറയ്ക്കാൻ പോകുന്നു. എന്തോ ഒരു പാസിന്റെ കൈവപ്പിനാലല്ല, എന്തോ ഒരു സ്തോത്രം അല്ല, നിങ്ങളുടെ അകത്തിരിക്കുന്ന പ്രിയ പുത്രിയെ നീ വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ, നിങ്ങളുടെ അകത്തിരിക്കുന്ന പ്രിയ പുത്രനെ നീ വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ യേശുവിനോട് പറഞ്ഞ അതേ ശബ്ദം നീ കേട്ടില്ല, ലോകം കേട്ടില്ല. പക്ഷെ നിന്റെ അന്തരംഗത്തിൽ പൈശാചിക മണ്ഡലങ്ങളും ഓറക്കെ കേട്ട് സ്വർഗം മുഴക്കി, അവൻ എന്റെ പ്രിയപുത്രിയാണ്, അവൻ എന്റെ പ്രിയപുത്രനാണ്. പൈശാചിക മണ്ഡലങ്ങൾ അന്നു മുതൽ നിന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. അന്നു മുതൽ നിന്റെ തലമുറകളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, നീ സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ സ്വർഗം എഴുതി വെച്ചു, അകത്ത് ക്രിസ്തുവിന്റെ ജീവൻ ചലിക്കുന്ന നീ കർത്താവിന്റെ പ്രിയപുത്രിയാണ്, പ്രിയപുത്രനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഹല്ലേലൂയ. ജഡരക്തങ്ങളോട് പോരാടുന്നവൻ ഈ ലോകത്തിലെ പുത്രനായി നിന്നുകൊണ്ടാണ് പോരാടുന്നത്. നീ ഈ ലോകത്തിന്റെ പുത്രനോ പുത്രിയോ അല്ല, സ്വർഗത്തിന്റെ പുത്രനും പുത്രിയുമാകയാൽ ഈ ലോകത്തിൽ നിനക്ക് പോരാട്ടമില്ല, ആരോട് വഴക്കില്ല, സ്തോത്രമാലല്ലേ, ആരോട് പിണക്കമില്ല. അഥവാ പിണങ്ങിയാലും നീ അതിജീവിക്കത്തക്ക നിലവാരത്തിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവന്റെ ശക്തി ജനിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ, ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ ജീവൻ നമ്മുടെ അകത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ എന്റെ മർത്യ ശരീരത്തിൽ വെളിപ്പെടണം. പൗലോസ് പറയുന്നു, എന്റെ മർത്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. അതിന്റെ അർത്ഥം അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം. എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ അകത്തൊരു അഭിഷേകമുണ്ട്, എന്റെ അകത്തൊരു കർത്താവുണ്ട്? വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തുന്ന കർത്താവിനെ സ്തുതിച്ചേ. എഫെസ്യ ലേഖനത്തിനകത്ത് പറയുന്നു, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണമെന്നും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി നീളവും ഉയരവും ആഴവും എന്നിവ എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും നിങ്ങൾ പ്രാപ്തരാകുകയും അവന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത വചനം എന്താ? നിങ്ങൾ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ പറയാം, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടുക. പൗലോസിന്റെ കൊരിന്ത്യ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടണം. പൗലോസിന്റെ റോമാ ഭാഷയിൽ പറഞ്ഞാൽ, റോമാ ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ തലയോളം വളരണം, നിങ്ങൾ അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണം. കൊലോസ്യ ഭാഷയിൽ പറഞ്ഞാൽ സ്തോത്രം, നിങ്ങൾ ഉയരത്തിലുള്ളവ ചിന്തിക്കുന്ന പ്രാപ്തിയിലേക്ക് വരണം. എഫെസ്യ ലേഖനത്തിൽ വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് നിങ്ങൾ അറിയേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതൊന്നും വചനത്തിനകത്തോ ജോയ് പാസ്റ്ററുടെ വായിക്കത്തോ അല്ല. നിങ്ങളുടെ ഉള്ളിൽ നീ ഇരിക്കുന്ന പ്രതികൂലത്തിനകത്ത്, നീ ഇരിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത്, നീ ഇരിക്കുന്ന വീടിനകത്ത്, നീ ഇരിക്കുന്ന കടഭാരത്തിനകത്ത്, നീ ഇരിക്കുന്ന രോഗത്തിനകത്ത് എല്ലാവരും തള്ളിക്കളഞ്ഞു എല്ലാവരും ഇട്ടു പോയ ഇടത്ത് നീ ഇരിക്കുമ്പോഴും അവിടെ നിന്റെ അകത്ത് ജീവൻ ചലിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയാൻ തുടങ്ങിയാൽ ആ ജീവന്റെ സിറ്റുവേഷനുകളെ, സകല അന്ധകാര പദ്ധതികളെയും നീ അറിയാതെ
രോഗങ്ങളെ അഴിച്ചു മാറ്റുമെന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമടിച്ച അഭിഷേകത്തെ ഒന്ന് സ്വീകരിക്കാമോ? ആ ആത്മമണ്ഡലത്തിലേക്ക് ഇന്ന് കയറി വരാമോ? ആ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലുപ്പത്തെ തിരിച്ചറിയേണ്ടതിന് ഈ ഉപവാസ പ്രാർത്ഥന ഉതകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കണ്ണുകളിലേക്ക്, നിന്റെ നാവിലേക്ക്, നിന്റെ തലമുറകളിലേക്ക്, നിന്റെ പ്രാർത്ഥനയിലേക്ക്, നിന്റെ വിശ്വാസത്തിലേക്ക് ഈ നിമിഷം ക്ഷണിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ അടിച്ചൊന്ന് സ്വീകരിച്ച് പരിശുദ്ധാത്മാവിലേക്ക് ദൈവാത്മാവിന്റെ മകൾ തൊടുകയാണ്. അമ്പൽ ഖമനവായിദന റീവൽ ഖമനഗടഗസിയാന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരൊക്കെയോ സ്വയമായി പൂട്ടിയ പൂട്ടിനെ ഇന്ന് മകൻ ആത്മാവിൽ അഴിക്കുകയാണ്. എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ ആ ബലഹീനനാണ്, ഞാൻ തീർന്നുപോയി, ഞാൻ അവസാനിച്ചു, എനിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം, എന്റെ ജീവിതത്തിൽ മാത്രമാണ് ഈ പ്രതികൂലം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പൂട്ടിയ പൂട്ടിനെ ഇന്ന് മകൻ അകത്തും വ്യാപരിക്കുന്ന ജീവനാൽ ആരും വന്ന് പുറമെ വന്ന് തുറന്നു തരത്തില്ല. അത് വിചാരിക്കേ വേണ്ട. ലോകത്തിലെ മനുഷ്യന് കരുണ തോന്നത്തില്ല. കരുണ തോന്നുന്ന ഒരുവന്റെ അകത്തിരിക്കുന്നുണ്ട്. അവരിത് മകളെ പൂട്ടുകളെ പൊട്ടുകയും Lobra Thana Bahasia Barthana Jala Rogoshiana Lebra Baba Baba Shaturi Bana Jagal Khasian Derea Lobra Baba Shaturi Bahasateri Andal Kamana Larda Samartuni Andal Kamana Dara Brabori Andal Brabas Yadur Teria Lebra Keseteri Andal Brabana Yesh Christu Nadigaramati Amen Abhishekam Chanikata Abhishekam Chanikata Yeshmin Rekatan Vadanatan Jayam in the Sharinangame Amen Stotrama ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് റോമ ലേഖനം പറയുന്നു, നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായിട്ടല്ല നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാൻ. എങ്ങനെയാ സമർപ്പിക്കുന്നത്? എന്നെ കൊണ്ട് കഴിയത്തില്ല, പക്ഷെ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുമ്പോൾ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഈ വിശ്വസിക്കാൻ പാകത്തിൽ ഇന്ന് മകൾ ദൈവവചനം കയറി വരുമ്പോൾ വിശ്വാസത്തിന്റെ പ്രതികരണം ഇന്ന് മകൾ പ്രതികരിച്ചു തുടങ്ങുക. എന്റെ കർത്താവിനാൽ എനിക്ക് കഴിയും, എന്റെ കർത്താവിനാൽ എനിക്ക് കഴിയും, എന്റെ കർത്താവിനാൽ എനിക്ക് കഴിയും, എന്റെ കർത്താവിനാൽ സകലതും സാധ്യമാകും. ഇപ്പോഴും അടയപ്പെട്ടതിന്റെ മുൻപിൽ നിന്നിട്ട് നീ പറ, ഇത് കർത്താവിനാൽ കഴിയും. കാരണം എന്റെ അകത്തേക്ക് ഇറങ്ങി വരാൻ യോഗ്യതയില്ലാതിരുന്ന എന്നെ യോഗ്യനാക്കി മാറ്റി, എന്റെ പാപത്തിനും പാപത്തിന്റെ കുഴിയിൽ കിടന്ന എന്നെ യോഗ്യനാക്കി മാറ്റി ക്രിസ്തുവിൽ കൊണ്ടുവന്ന അവന്റെ എന്നിലേക്ക് തന്നെങ്കിൽ ആമേൻ. റോമാലേഖനം പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് യേശുവിനെ നിങ്ങൾ കേൾപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലത്തെയും നിനക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ചില അവിശ്വാസങ്ങൾ പൊളിഞ്ഞു പോകുന്ന കർത്താവിനെ കാണിക്കുന്നു, ചില ഭയപ്പാടുകൾ പൊളിഞ്ഞു പോകുന്ന കർത്താവിനെ കാണിക്കുന്നു, അധൈര്യങ്ങൾ മാറിപ്പോകുന്ന കർത്താവിനെ കാണിക്കുന്നു. നീ നിന്റെ സ്തോത്രം കുടുംബത്തിലെ ചിലതിനെ നോക്കി ആരോട് ദൈവാത്മാവ് നീ ഭയപ്പെടുന്നുണ്ട്. അടുത്തത് എന്താണ്, അടുത്ത് എന്താ പ്രതികരിക്കാൻ പോകുന്ന അറിയത്തില്ല, അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. നീ ചില യജമാന്മാരെ നോക്കി നീ ഭയപ്പെടുന്നുണ്ട്, ചില രാജാക്കന്മാരെ നോക്കി, ചില രാഷ്ട്രീയ നേതാക്കളെ നോക്കി നീ ഭയപ്പെടുന്നുണ്ട്. അനുകൂല വിധികൾ വരുമോ അതോ പ്രതികൂലമായത് സംഭവിക്കുമോ എന്ന് നോക്കി നോക്കി വർഷങ്ങൾ നാളുകൾ കണ്ണും നട്ട് തലമുറകളെ നോക്കി അതേ ചിന്തകൾ ആകുല ചിന്തകളിൽ വലഞ്ഞിരിക്കുന്നതിന്റെ ആകുലതകളെ ഇന്ന് മകൾ പൊട്ടിച്ചു കളയുകയാണ്. കാരണം രാജാക്കന്മാരെ വാഴിക്കുന്നവൻ, രാജാതി രാജാവായവൻ നിന്റെ അകത്ത് വസിക്കുന്നുണ്ട്. അവൻ നിന്റെ അകത്തിരിക്കുകയാണ്. നിന്റെ നാവിലൂടെ വെളിപ്പെട്ടു വരുന്നു, നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നു. രാജാക്കന്മാർ യോസഫിനെ മുന്നിൽ നിർത്തി ആ യോസഫിന്റെ ദൈവം അവൻ ജീവനുള്ള ദൈവമെന്ന് വിളിച്ചു പറഞ്ഞതുപോലെ നിന്നെ നോക്കി വിളിച്ചു പറയുന്നത് നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ മർദ്ദ ശരീരത്തിലൂടെ വെളിപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിനെ എന്റെ അകത്തേക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രയാസമായിരുന്നത്. ആ പ്രയാസത്തെ ക്രിസ്തു ഏറ്റെടുത്തിട്ട് താനത് കാൽവറിയിൽ തീർത്ത് എനിക്ക് സൗജന്യമായി അവനെ തന്നു. ആ വലിയൊരു പ്രോസസ്സിനെ ദൈവം തന്നെ ഇറങ്ങി വന്ന് തീർത്തെങ്കിൽ ഈ കാലഘട്ടത്തിലെ ചെറിയ പ്രോസസ് ആകുന്ന ഹല്ലേലൂയ സ്വർഗത്തിലിരിക്കുന്നവനെ ആരിറക്കുമെന്ന് സ്വർഗത്തിലേക്ക് കയറുമെന്നോ നിന്റെ വിശ്വാസത്തെ കുറിച്ചാ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. ആ ചുരുങ്ങിയ വിശ്വാസത്തെ സ്വർഗത്തിലെ ദൈവം തെളിയിച്ചു തന്നിട്ട് ആരും ഇറങ്ങാന്നിടത്ത് ഞാൻ തന്നെ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി താൻ തന്നെ ഇറങ്ങി വന്ന് മരിച്ചെന്നിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ എന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ സെക്കൻഡുകളുടെ സമയം,
നിസ്സാരമായി ചെയ്യാൻ പറ്റുന്നത് ഈ ലോകത്തെ ശത്രു ഒതുക്കി കളയുന്ന മേഖലകളെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം പൊളിച്ചു കളയുക. ഹല്ലേലൂയ. നീ അതരം തുറക്കുമ്പോൾ ദൈവശക്തി, സഭ ശുശ്രൂഷകൾ, സഭ ചരിത്രം തുടങ്ങിയ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരുടെ നിഴല് തട്ടി പോലും വിടുതലുകൾ സംഭവിച്ചത് ചരിത്രം പറയാനല്ല, ഇനി നിന്നിലൂടെയും എന്നിലൂടെയും സ്വർഗം അത് തെളിയിക്കാൻ പോകുകയാണ്. കാരണം ഇനി സമയം മുന്നിലില്ല. കാഹളം ഒരു കേൾക്കാൻ അധികം നാളുകൾ മുൻപിലില്ല. വെട്ടിപ്പിടിക്കാൻ സമയമില്ല, നേടിയെടുക്കാൻ സമയമില്ല. വെട്ടിപ്പിടിക്കട്ടെ, നേടി വരട്ടെ, ഉണ്ടാകട്ടെ, സമ്പത്തോ വർധനവ് സംഭവിക്കട്ടെ. അത് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന, എന്നോട് നിങ്ങളോട് ചെയ്യുന്ന കരുണ, അത് സംഭവിക്കട്ടെ. മക്കൾ ഉയരട്ടെ, സമ്പത്തുകൾ ബാങ്കിൽ വർദ്ധിക്കട്ടെ, വാഹനങ്ങൾ ഉണ്ടാകട്ടെ. അതെല്ലാം ദൈവം കാണിക്കുന്ന നീതിയും എന്നോടുള്ള പ്രിയ മകളുടെ സ്നേഹവും അതില്ലേലും അതുണ്ടേലും അതെന്റെ വിഷയമല്ല. എന്റെ വിഷയം എന്നിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിൽ എനിക്കൊന്ന് വെളിപ്പെടുത്തണം. എന്റെ നിഴലിൽ വെളിപ്പെടുത്തണം, എന്റെ നാവിലത് വെളിപ്പെടുത്തണം, എന്റെ വീട്ടിനകത്തെങ്കിലും എനിക്കൊന്ന് വെളിപ്പെടുത്തണം, എന്റെ തലമുറയുടെ നേരെങ്കിലും എനിക്കൊന്ന് വെളിപ്പെടുത്തണം, എന്റെ പട്ടണത്തിലെങ്കിലും അതിനെ ഒന്ന് ചലിപ്പിക്കണം. ഇന്ന് പകൽ ആയിരിക്കും അത് പറയുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നീടലിടുകയാണ്. അതിന് കൂട്ടുനിൽക്കുന്ന പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ടാണ് കൂട്ടുനിൽക്കുന്നത്. നിനക്ക് ആ ജീവൻ ഒന്ന് വെളിപ്പെടുത്താൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം നമ്മൾ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോ, 15-ാം വാക്യം ഒരാൾ വായിക്കാം. 14-ാം വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. താങ്ക് യു ലോർഡ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഞാൻ തന്നെ വായിക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയാത്തവരല്ലോ. 11-ാം വാക്യത്തിനകത്ത് പൗലൂസ് പറയുന്നു, തോൽപ്പിക്കുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ തോൽവികൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, തോൽപ്പിക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ അത് സാത്താൻ എന്ന് വെളിപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം പറയുന്നു സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. തോൽപ്പിക്കുന്ന സാത്താൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ 14-ാം വാക്യം നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. സാത്താൻ തോൽപ്പിക്കാൻ അവൻ ഒരു ഭാഗത്ത് എഴുന്നേറ്റ് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ദൈവത്തിനെ ജയിപ്പിക്കുന്ന ഒരു കർത്താവ്, സ്തോത്രം, അവൻ ഓൾറെഡി 2025 വർഷങ്ങൾക്ക് മുൻപേ, അല്ല ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ, നിനക്ക് പേര് നീ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുൻപേ നിന്നെ ജയിപ്പിക്കാൻ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് ഒന്ന് വെളിപ്പെടുത്തണം എന്ന് മാത്രമാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് എഴുന്നേറ്റ് കഴിഞ്ഞു. കർത്താവിനെ എഴുന്നേൽപ്പിക്കുന്നതാണ് പ്രയാസം, അവനെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. കർത്താവ് ഓൾറെഡി അവൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. കർത്താവ് ഓൾറെഡി എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞു. വചനം പറയുന്നു, ഇനി പരിജ്ഞാനത്തിന്റെ വാസന എന്നിൽ നിന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാസന എന്ന് പറയുന്നത് സുഗന്ധം. ഈ സുഗന്ധം ഏതാണെന്ന് 15-ാം വാക്യത്തിനകത്ത് പറയുന്നു. 15-ാം വാക്യത്തിനകത്ത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഹല്ലേലൂയ. വാസന ഏതാണെന്ന്, വാസന വെളിപ്പെടുത്തണമെന്ന് 14-ാം വാക്യത്തിൽ പറയുമ്പോൾ 15-ാം വാക്യത്തിൽ പറയുന്നു അത് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. ഞാനിങ്ങനെ പറയും, ക്രിസ്തു എന്ന സൗരഭ്യവാസനയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് അഭിഷേക തൈലം വീഴണമെങ്കിൽ അഭിഷേക തൈലം 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൽപ്പാതി 250 ശേക്കൽ ഒലിവെണ്ണയും ഗുൽഗുലുവും വൈദ്യക്കാരന്റെ വിദ്യപ്രകാരം ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കുന്ന അഭിഷേക തൈലത്തിന് ഭയങ്കര സുഗന്ധമാണ്. എല്ലാവരുടെ മേലും വീഴത്തില്ല. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവന്റെ മേൽ സ്തോത്രം എല്ലാവരുടെ മേലും ചൊരിയാനുള്ളതല്ല ആ വാസന എന്ന് പറയുന്ന അഭിഷേക തൈലം. എന്നാൽ പുതിയ നിയമത്തിൽ ലോകത്തിലെ പലരെയും പ്രഭുക്കന്മാരെ, രാജാക്കന്മാരെ മാറ്റിയിട്ട് സ്തോത്രം സ്വർഗത്തിലെ ദൈവം കാൽവറിയിൽ ഇടിച്ചു പിഴിഞ്ഞ ഒരു അഭിഷേക തൈലം. ഞാൻ ഇങ്ങനെ പറയും, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു വാസന വെളിപ്പെടുത്തണം, ഒരു സുഗന്ധം വെളിപ്പെടുത്തണം എന്നാ വചനം പറയുന്നേ. നമ്മൾ ഈ ലോകത്ത് നമ്മൾ സുഗന്ധം വെളിപ്പെടുത്താൻ, സുഗന്ധം ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യുന്ന പെർഫ്യൂം നമ്മൾ അടിക്കാറുണ്ട്. പെർഫ്യൂം. ഹല്ലേലൂയ.
സ്തോത്രം. നമ്മുടെ ശരീരത്തിൽ വിലപിടിപ്പുള്ളതുണ്ട്, വില കുറഞ്ഞ പെർഫ്യൂമുകളുണ്ട്. നമ്മൾ അടിക്കുന്നത് നമ്മുടെ ദുർഗന്ധം മാറ്റാനാണ്, ദുർഗന്ധം മാറ്റാൻ. നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് ചെന്നാൽ ഞാൻ പെർഫ്യൂം അടിച്ചിരിക്കുന്നു എന്ന് പറയണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കുവൈറ്റിൽ കടന്നുപോയപ്പോൾ 3 ലക്ഷം രൂപയുള്ള പെർഫ്യൂം ഞാൻ കണ്ടത്. ഹല്ലേലൂയ. ആമേൻ. 3 ലക്ഷം രൂപയുള്ള പെർഫ്യൂം ഞാൻ അടിച്ചിട്ട് ഒരാളുടെ അടുക്ക ചെന്നിട്ട് ഞാൻ 3 ലക്ഷം രൂപയുള്ള പെർഫ്യൂം അടിച്ചിരിക്കുന്നു പറയണ്ട. ആ പെർഫ്യൂമിന്റെ വാസന ഭയങ്കര വീര്യമുള്ളതായതുകൊണ്ട് ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ എന്നിലുള്ള ദുർഗന്ധമല്ല, ലോകത്തിന്റെ ദുർഗന്ധമല്ല, എന്നിൽ വ്യാപരിക്കുന്ന, എന്നിൽ അടിച്ചിരിക്കുന്ന ആ പെർഫ്യൂമിന്റെ വാസനയാണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. ലക്ഷക്കണക്കിന് രൂപയുള്ള പെർഫ്യൂം ഉണ്ട്, അതൊന്നും മേടിക്കാൻ ആമേൻ സ്തോത്രം പറ്റിയിട്ടില്ല. ആമേൻ. ഞാൻ പറയാം, ലോകത്തിലെ കോടികൾ കൊടുത്താലും കിട്ടാത്തൊരു പെർഫ്യൂം സ്വർഗത്തിൽ നിന്ന് ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ ദൈവം താഴെ ഭൂമിയിലേക്ക് ഇറക്കി തന്നു. എന്റെ വിയർപ്പിന്റെ ദുർഗന്ധം മാറാനല്ല, മരണത്തിന്റെ ദുർഗന്ധത്തെ മാറ്റുന്ന സ്വർഗത്തിന്റെ സുഗന്ധമായിരുന്നത്, സ്വർഗത്തിൽ സുഗന്ധം പരത്തുന്ന, സ്വർഗത്തിന് വാസന കൊടുക്കുന്നവനെ കുറച്ചു നാളത്തേക്ക് ആ വാസന സ്വർഗത്തിൽ കട്ട് ചെയ്തിട്ട് ഈ ഭൂമിയിലേക്ക് ഇറക്കി തന്ന സ്നേഹനിധിയായ ദൈവം പറയുന്നു, ആ ദൈവം അത് ചെയ്തെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വസ്തു വിറ്റാൽ എനിക്ക് കിട്ടത്തില്ല, എന്റെ കോടികൾ കൊടുത്താൽ എനിക്ക് കിട്ടത്തില്ല, ലോകത്തിലെ മുഴുവൻ സ്വർണം കൊടുത്താലും ആ പെർഫ്യൂമിന്റെ ഒരു തുള്ളി കിട്ടത്തില്ല. എനിക്ക് വില കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ആമേൻ, നീ വില കൊടുക്കണ്ട മോനെ, ഞാൻ വില കൊടുക്കാം, കാരണം നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ഞാൻ ഈ ദൂത് പറയുമ്പോ ആരോ എന്നെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ്, എവിടെയോ എനിക്ക് തകർച്ച ഉണ്ടായെന്ന് പറഞ്ഞ്, ഞാൻ എന്തോ മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞ്, പ്രാർത്ഥന മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ലോകത്തിൽ ഒന്നും തരാൻ, ആർക്കും വില കൊടുത്തു തരാൻ പറ്റാത്ത ആ സുഗന്ധത്തെ നീ വിലപിടിപ്പുള്ളത് കണ്ടിട്ട് പ്രഭുക്കന്മാരെ മാറ്റി നിർത്തി, രാജാക്കന്മാരെ മാറ്റി നിർത്തി, വമ്പന്മാരെ മാറ്റി നിർത്തിയിട്ട് യോഗ്യതയില്ലാത്ത, ഒരു യോഗ്യതയെ പറയില്ലാത്ത ഭാവിയായ ദോഷിയായ എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ഇതാ സൗജന്യമായി ഞാൻ നിനക്ക് തരുന്നെന്ന് പറഞ്ഞ് തന്ന അകത്തുണ്ടെന്ന് ഉറപ്പുള്ളവർ ഇങ്ങനെ നിരാശപ്പെട്ട് ആരാധിക്കരുത്. ഖാരമടിച്ചു സന്തോഷത്തോടെ എന്തോ ലോകത്തിലെ ലഭിച്ചില്ലെന്നോർത്ത് തീർക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ആർക്കും തരാത്ത ക്രിസ്തുവിനെ എനിക്ക് തന്ന ദൈവത്തെ ഓർത്ത് തുള്ളിച്ചാടി നിന്റെ വീട് നീതിമാന്മാരുടെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം, ആമേ, നിരാശയുടെയും ദുഃഖത്തിന്റെയും വഴക്കിന്റെയും ഘോഷവുമല്ല. നീ തുള്ളിച്ചാടണം. രാവിലെ മറുപടി കിട്ടിയില്ലേ, കടംഭാരം തീർന്നില്ലേ, രോഗം മാറിയില്ലേ, കുടുംബത്തിനകത്ത് പ്രശ്നമാണോ, തലമുറ അങ്ങനെ നീ ദുഃഖിച്ച് കരഞ്ഞു ഇരിക്കരുത്. അതിന് വേദന ഉണ്ടാകും. പക്ഷേ അകത്തു വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ വാസനയെ ഓർത്താൽ, പൗലോസ് പറയുന്നു, വെളിപ്പെടാനുള്ള തേജസ് ഓർത്താൽ ഈ കാലത്തിലെ കട്ടകൾ സാരമില്ല. ചില ദുഃഖങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ, ചില ഭാരങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആത്മാവിനെ കുടഞ്ഞുകളാ. ഹല്ലേലൂയ. നമ്മൾ ആരും ഒന്നും അല്ലെന്നേ, നമ്മൾ ആരും ഒന്നും ആവാൻ പോകുന്നില്ലെന്നേ. ആവുന്നെങ്കിൽ ക്രിസ്തു എന്തെങ്കിലും ആയാ മതി, എന്നിൽ ക്രിസ്തു ആയാ മതി. പൗലോസ് പറയുന്നു, അവൻ വളരണം. ഹല്ലേലൂയ. ഞാൻ മാറിക്കഴിഞ്ഞു, ഇപ്പോൾ ക്രിസ്തു എന്തെങ്കിലും ആകട്ടെന്നേ. ഞാനാകാൻ ശ്രമിക്കുന്നിടത്ത് പരാജയം, വേദന ഉണ്ടാകും. പൗലോസ് പറയുന്നത്, എന്റെ വെളിപ്പെടേണ്ടത് ജോയിയുടെ പ്രസംഗം വെളിപ്പെടണ്ട, ജോയിയുടെ പേര് വെളിപ്പെടണ്ട, എന്റെ കുടുംബ പേര് വെളിപ്പെടണ്ട, എന്റെ സ്റ്റാറ്റസ് വെളിപ്പെടണ്ട, എന്റെ മുഖം വെളിപ്പെടണ്ട, എന്റെ കളർ വെളിപ്പെടണ്ട. വെളിപ്പെടേണ്ടത് ഒന്നു മാത്രം, എന്റെ സ്പിരിറ്റ് ശരീരത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ ഒന്ന് വെളിപ്പെട്ടു വരേണ്ടതിന്. ഹല്ലേലൂയ. ആ ക്രിസ്തു വെളിപ്പെട്ടാലുണ്ടല്ലോ നിന്റെ പേര് വെളിപ്പെടും. ക്രിസ്തു വെളിപ്പെട്ടാലുണ്ടല്ലോ സ്തോത്രം, നിന്നെ സകലതും അവൻ വെളിപ്പെടുത്തും. ലോകത്തിന്റെ മുമ്പിൽ നിന്നെ വെളിപ്പെടുത്തും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി പറയാൻ പറയുന്നു, ആരുടെയൊക്കെയോ പേരുകളെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്, ആരുടെയൊക്കെയോ കുടുംബങ്ങളെ പട്ടണത്തിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. നീ പ്രാർത്ഥിക്കുന്നവളാണെന്നും, നീ ആരാധിക്കുന്നവനാണെന്നും, നീ ക്രിസ്തുവിനുള്ളവനാണെന്നും ആരുടെയൊക്കെയോ മുൻപിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. നീ തല കുനിച്ചെടുത്ത് നീ തല ഉയർത്തിപ്പിടിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. പലരെയും മാറ്റി നിർത്തിയിട്ട് ഈ സൗരഭ്യ വാസന ഒരു തുള്ളി പോലും കിട്ടാൻ യോഗ്യത ഇല്ലാത്ത എന്റെ അകത്തേക്ക് തന്നിട്ട് പൗലോസ് പറയുകയാ, അതിനെ ഒന്ന് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തു
ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തെ എന്നിലൂടെ വെളിപ്പെടുത്തണം. അത് എന്നെ കൊണ്ട് പറ്റത്തില്ല. ജഡ ശരീരത്തിൽ ജീവിക്കുന്ന എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു മർത്യ ശരീരത്തിൽ വെളിപ്പെടണം. ഇത് വെളിപ്പെടാൻ വേണ്ടി യേശു പറഞ്ഞു, ആമേ സ്തോത്രം, 4-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 7-ാം വാക്യത്തിനകത്ത് ആമേ പൗലോസ് തന്നെ പറയുകയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം എന്റെ മൺപാത്രങ്ങളിൽ എന്റെ അകത്ത് മനുഷ്യരത്തിനകത്ത് ക്രിസ്തു എന്ന വാസനയെ തന്നിട്ട് ഇതിനെ വെളിപ്പെടുത്താൻ എന്നെ കൊണ്ട് ശക്തിയില്ല. എന്നിൽ വെളിപ്പെടുന്ന അസൂയയും, എന്നിൽ വെളിപ്പെടുന്ന പിണക്കവും, എന്നിൽ വെളിപ്പെടുന്ന ഞാനെന്ന ഭാവവും, എന്നിൽ വെളിപ്പെടുന്ന പാപവും, എന്നിൽ വെളിപ്പെടുന്നത് എല്ലാം മാത്രമേ എന്നിൽ വെളിപ്പെടത്തുള്ളൂ. അങ്ങനെ ഒരു മാനുഷിക മണ്ണായ ശരീരത്തിനകത്ത് ശത്രുവായവന്റെ ശക്തി, അവൻ എങ്ങനെയെങ്കിലും അവന്റെ ശക്തി വെളിപ്പെടുത്തണം. എന്നിൽ നിന്ന് അസൂയയും, എന്നിൽ നിന്ന് പിണക്കവും, എന്നിൽ നിന്ന് നിരാശയും അവിശ്വാസവും എല്ലാം വെളിപ്പെടുത്തി കൊണ്ടുവരാൻ അവന്റെ ശക്തി ഇങ്ങനെ ദിവസവും എനിക്ക് നേരെ പോരാടുമ്പോൾ പൗലോസ് പറയുന്നു, പിശാചിന് ശക്തിയുണ്ട്. ശരി തന്നെ, നീ ഈ ദിവസങ്ങൾ അനുഭവിച്ച സ്ട്രഗിളില്ലേ, നീ ഈ ദിവസങ്ങൾ അനുഭവിച്ച അവിശ്വാസമില്ലേ, അതെല്ലാം അവന്റെ ശക്തി തന്നെ. ശരിയാ, നീ വീണുപോയില്ലേ, അതെല്ലാം അവന്റെ ശക്തി തന്നെ. ശരിയാ, പക്ഷെ ദൈവം പറയുന്നു, പൗലോസ് പറയുന്നു, ഒരു അത്യന്ത ശക്തി ഞാൻ നിന്റെ മൺപാത്രത്തിലേക്ക് തരികയാണ്. പിശാചിന്റെ ശക്തി അതിനെ ജയിക്കുന്നതാണ് അത്യന്ത ശക്തി. ഇന്ന് പകൽ വിശ്വസിക്കുക ദൈവത്തിലെ എന്നെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക ഒരു അത്യന്ത ശക്തി ഇന്ന് പകൽ പ്രാപിക്കാത്തൊരു പ്രാപിച്ചോണം. ഇന്ന് പകൽ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാത്തവർ പ്രാപിച്ചോണം. തലമുറകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, പഠിത്തം നല്ലതാണ്, എല്ലാം നല്ലതാണ്, അഭിഷേകം പ്രാപിച്ചോണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണം. പരിശുദ്ധാത്മാവ് പൊസിഷനൊക്കെ വെറുതെയാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു ദിവസത്തെ പ്രോസസ് അല്ല. എന്തോ ഒരു ദിവസം വരുമ്പോൾ നീ തെറിച്ചു പോകുന്ന ഒന്നല്ല. ഡേ ബൈ ഡേ, എല്ലാ ദിവസവും എല്ലാ മിനിറ്റും ഞാൻ പറയാം, സാത്താൻ തോൽപ്പിക്കാൻ വരുന്നത് ഒരു ദിവസമല്ല, കണ്ടിന്യൂസ് പ്രോസസ്സാ. അവൻ ഇന്ന് 30 ദിവസം 40 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അവൻ വരും. നാളെ വരും. ഇന്ന് പ്രാർത്ഥന, ഇന്ന് വചനം കേട്ട് നീ ആരാധിച്ച് ജയിച്ചു കഴിയുമ്പോ ഇനി വരത്തില്ലെന്നല്ല, അവൻ വരും. അവൻ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോസസ്സാ അവന്റെ വരവ് വരെ, അല്ലെങ്കിൽ നിന്റെ മരണം വരെ നിന്നിലേക്ക് വ്യാപരിക്കേണ്ട ഒരു അഭിഷേകമുണ്ട്, നിന്നിലേക്ക് വ്യാപരിക്കേണ്ട ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് പകലും അതിനൊന്ന് കയറി വരാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ റൂമിനകത്ത് ഇറങ്ങുകയാണ്, നിന്റെ നേരെ ഇറങ്ങി വരികയാണ്. നിന്റെ പൊസിഷൻ ഓർക്കരുത്. നിന്റെ ദുരഭിമാനങ്ങൾ വിട്ടുകളാ, ഞാനെന്ന ഭാവങ്ങൾ വിട്ടുകളാ. ഇന്ന് മുതൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഞാനല്ല ജീവിക്കുന്ന ക്രിസ്തു അത്രേ, എനിക്കൊന്നുമില്ല, ഞാൻ ഏതുമല്ല. എന്റെ കൈ യേശുവിന്റെ കൈ, എന്റെ കണ്ണ് യേശുവിൻ്റെത്, എന്റെ ശരീരം യേശുവിൻ്റെത്, എന്റെ വീട് യേശുവിൻ്റെത്, എന്റെ മക്കൾ യേശുവിൻ്റെത്, എന്റെ സമ്പത്ത് യേശുവിൻ്റെത്, ഞാൻ മുഴുവനും യേശുവിൻ്റെത്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ അവൻ നിന്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങും. യേശു നിന്റെ അകത്ത് വെളിപ്പെട്ട് വരാൻ തുടങ്ങും. നിന്റെ പ്രതികൂലങ്ങൾ ശത്രു 7 വഴി ഓടുന്നു നീ കാണാൻ തുടങ്ങും. നിന്റെ മക്കൾ മുട്ടുമടക്കുന്നു നീ കാണാൻ തുടങ്ങും. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു നീ കാണാൻ തുടങ്ങും. നീ ശുശ്രൂഷിക്കുന്നത്, നീ വചനം പറയുമ്പോൾ ഭൂതങ്ങൾ അകറി ഓടുന്നത്, രോഗികൾ സൗഖ്യമാകുന്നത്, പാപികൾ മാനസാന്തരപ്പെടുന്നത്, ഒരു ഉണർവിന്റെ കാറ്റിനെ നിന്നിലൂടെ നിന്റെ പട്ടണത്തിൽ ഇന്ത്യക്കകത്ത് അയക്കാൻ തമിഴ്നാടിന് ചെന്നൈ അയക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് വെളിപ്പെട്ടു വരികയോ. ജീസസ് ചലിക്കട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ആരൊക്കെ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചലിക്കുന്നു. ഭയങ്കര ഒരു ദൂതം പറയട്ടെ. വചനം പറയുന്നു, സ്തോത്രം, രക്ഷിക്കപ്പെടുന്നവരിലും നശിക്കുന്നവരും ഞാൻ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. 14-ാം വാക്യം പറയുന്നു, പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ദൂത് പറയാം. എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു, ഹല്ലേലൂയ, എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു, എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ അത് വെളിപ്പെട്ട് വരണമെങ്കിൽ ലോകത്തിലെ ജീവന് ഞാൻ വില കൊടുക്കരുത്. എന്റെ അകത്തിരിക്കുന്ന പ്രിയ മകനെ തന്നെ വിളിക്കുന്ന ക്രിസ്തുവിന്റെ ജീവന് ഞാൻ വില കൊടുത്താൽ, പരിശുദ്ധാത്മാവോട് ചേർന്നാൽ, അഭിഷേകത്തിൽ നീ ആരാധിക്കാൻ തുടങ്ങിയാൽ, അഭിഷേകത്തിന് നീ പ്രാധാന്യം കൊടുത്താൽ, ലോകത്തിന്റെ പ്രാധാന്യങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ദൈവാത്മാവിനും ദൈവത്തിന്റെ വചനത്തിനും പ്രാധാന്യം കൊടുത്താൽ അകത്തിരിക്കുന്ന ക്രിസ്തു വെളിപ്പെട്ടു വരാൻ തുടങ്ങും. ഞാൻ ഒരു ദൂത് പറയാം. എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു എന്നിൽ നിന്ന് വെളിപ്പെട്ടില്ല എങ്കിൽ അവൻ വെളിപ്പെടുമ്പോ ഞാനും വെളിപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു എന്നിൽ നിന്ന് വെളിപ്പെട്ടു വന്നാൽ അവൻ വെളിപ്പെടുമ്പോ ഞാനും വെളിപ്പെടും.
സ്നാനപ്പെട്ടെന്ന് കരുതി സ്വർഗത്തിൽ പോകത്തില്ല. ഒരു സഭയിൽ അംഗത്തോണ്ടെന്ന് കരുതി സ്വർഗത്തിൽ പോകത്തില്ല. എന്റെ അകത്തിരിക്കുന്ന വിളക്ക് കത്തിച്ച് പറയിൽ വെക്കരുത്, അത് തണ്ടിന്മേൽ ഉയർത്തിപ്പിടിക്കണം. എന്റെ സംസാരത്തിൽ ക്രിസ്തു വെളിപ്പെട്ടു വരണം, എന്റെ നോട്ടത്തിൽ ക്രിസ്തു വെളിപ്പെട്ടു വരണം, എന്റെ കരത്തിലൂടെ ക്രിസ്തു വെളിപ്പെട്ടു വരണം. ഇത് എന്നെ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ജഡശരീരമുള്ളവരാണ്. ഇത് അറിഞ്ഞ കർത്താവ് എന്റെ കൂടെ അതിശക്തമായ ബലവാനായ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്ന് എന്നെ ബലപ്പെടുത്തി, എന്നെ ശക്തിപ്പെടുത്തി, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ആ ജീവിതത്തിലേക്ക് എന്നെ നടത്താൻ ഇന്ന് മകൻ എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? എത്ര പേര് ഇന്ന് മകൻ ദൈവസ്ഥലിൽ സമ്മതിച്ചു കൊടുക്കും? എത്ര പേര് സമ്മതിക്കുന്നു? അവരുടെ മേൽ ഇനിയും അധികമായി പകരാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി വരികയാണ്. ക്രിസ്തുവിന്റെ ജീവന്റെ മാർത്തി ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് വീണ്ടും വചനം പറഞ്ഞു. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, നമുക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ വാസന എന്റെ ജീവനിൽ നിന്ന് ജീവനിലേക്ക് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ചിലതിൽ ആത്മാവിന്റെ ശക്തി ഈ നിമിഷം ഇറങ്ങി വരുന്നു. കണ്ണടച്ച് പ്രാർത്ഥിച്ച കർത്താവേ, നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾ റൂമിനകത്തായിരിക്കാം, പരിശുദ്ധാത്മാവോട് പറയുന്നു. ചില ദൈവ അസാധാരണമായ ദൈവ സാന്നിധ്യത്താൽ ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കുക. സ്പിരിൽ എന്ന് പറയുന്ന പുസ്തകത്തായിരിക്കുന്ന ബ്രദർ കർത്താവദാസനെ ദൈവം നിങ്ങളെ തൊടുകയാണ്. ഞാൻ ഈ ദൂതങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ഒരു ദൈവത്തിന്റെ ദൂതൻ ചലിക്കുന്നു. പരിശുദ്ധാത്മാവോട് പറയുന്നു, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ചില പ്രത്യേകമായ അഭിഷേകത്തെയും നിയോഗങ്ങളെയും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ സെപ്റ്റംബറിലേക്ക് നിങ്ങൾ കയറുമ്പോ അസാധാരണമായ ദൈവിക വിടുതലുകളും ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പലർക്കും നീ ഒരു താങ്ങലായി നിൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പലർക്കും നീ ആശ്വാസമായി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ആത്മാവിനോട് പ്രാർത്ഥിച്ച് ഒരു അഭിഷേകം ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ തൊടുകയാണ്. ചില നാവുകളുടെ മേൽ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ചില ദൈവിക പദ്ധതികൾ വെളിപ്പെട്ടു വരിക, ബന്ധനങ്ങളെ ആത്മാവ് ഇന്ന് പകൽ അഴിച്ചു മാറ്റുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആത്മാവിനോട് പ്രാർത്ഥിച്ച് ജോർജ് എന്ന് പറയുന്ന ദിവസത്തിനകത്തായിരിക്കുന്ന പ്രിയ പിതാവേ, ദൈവത്തിന്റെ ആത്മാവ് ഭയങ്കരമായ ഒരു വാഗ്ദത്തത്തെ നിങ്ങളുടെ മേൽ ഇന്ന് പകൽ ഇടുകയാണ്. കർത്താവ് റിലീസ് ചെയ്യാൻ പറയുന്നു. എന്നോട് പറയുന്നു, കർത്താവ് പറയുന്നു, ആ പരിശുദ്ധാത്മാവിന്റെ ഒരു നവീകരണത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കാൻ തുടങ്ങിയ നാളുകളായി ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്തു. പക്ഷേ ദൈവത്തിന്റെ ചില പദ്ധതികൾ, ചില വാഗ്ദത്തങ്ങളെ പിടിക്കാൻ ശത്രുവായ സമ്മതിക്കാത്തൊരു മേഖലയെ ഇന്ന് പകൽ ആത്മാവ് പൊട്ടിച്ചു കളയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലരെ ദൈവം തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ചിലരെ വീടിനകത്തിൽ തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേ, ചിലർ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കട്ടെ, ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ചില കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ. ഷൈനി ജോർജ് എന്ന് പറയുന്ന ദിവസത്തിനകത്തായിരിക്കുന്ന ഒരു സഹോദരി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ചില കാരാഗ്രഹത്തെ ഒളിച്ചു കളഞ്ഞിട്ട് പത്രോസിനെ പുറത്തെടുത്ത് ദേശത്തിന്റെ മുമ്പിൽ സാക്ഷിയെ നിർത്തിയതുപോലെ നിന്റെ കണ്ണുകൊണ്ട് തന്നെ ചില അത്ഭുതങ്ങളെ കാണേണ്ടതിന് ദൈവം ദൈവാത്മാവ് പ്രവർത്തിക്കും. നിന്റെ കണ്ണുനീരിന് ഒരു മറുപടി വെളിപ്പെടും. ഈ ദൂത് പറയുമ്പോൾ തന്നെ ശീലാജു എന്ന് പറയുന്ന ദിവസത്തിനകത്തായിരിക്കുന്ന സഹോദരി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കണ്ണുനീരിനും ഒരു മറുപടി ദൈവം തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ പറയുന്നു. എന്ന് പറയുമ്പോൾ അതിരുകളെ ദൈവം വിശാലമാക്കാൻ പോവുകയാണ്. ലിമിറ്റ് ചെയ്തതിനെ, ഒതുക്കി കളഞ്ഞതിനെ പൊട്ടിച്ചു കളഞ്ഞ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചില ദൈവ പ്രവൃത്തികളെ വെളിപ്പെടുത്തും. ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം, ചില രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയുന്നു. രോഗികൾ ഇന്ന് പകൽ പ്രാർത്ഥിച്ച രോഗബന്ധനങ്ങൾ അഴിയുന്നു. അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് പറയുന്നു, ഭയങ്കരമായ ശുശ്രൂഷകൾ ദൈവത്തിന്റെ അഭിഷേകത്തിൽ ജീവിക്കുന്ന, ദേശത്തിന് സമാധാനം കൊടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ശൈല വെണ്ണിക്കുളം നിങ്ങളുടെ തലമുറകളെ ദൈവാത്മാവ് തൊടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില വ്യക്തികളെ ദൈവത്തിന്റെ കരം തൊടുന്നു. പ്രാർത്ഥിച്ചോ, ഒരു വിടുതൽ ഈ മണിക്കൂറുകൾക്കകത്ത്, ഈ ദിവസങ്ങൾക്കകത്ത് ദൈവം ചെയ്യുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേ.
ഈ മീനില് ആശ്രി എന്ന് പറയുന്ന ഡിവൈസിനകത്തായിരിക്കുന്ന പ്രിയമാതാവേ, ദൈവത്തിന്റെ ആത്മാവ് തൊടുന്നു. ചില ദൈവിക ദൂതന്മാർ നിനക്ക് ആമേ ദാസിക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇറക്കുകയാണ്. ഹല്ലേലൂയ. ആമേ കർത്താവിനെ കാണിക്കുന്ന ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ഒരു അസാധാരണമായ ദൈവശക്തി ഇപ്പോൾ തന്റെ ദാസിയുടെ മേൽ, കുടുംബത്തിനകത്ത് ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാനിത് പ്രാർത്ഥിക്കുമ്പോ ആമേ തന്റെ ദാസിയെ ദൈവാത്മാവ് ആമേ ഈ ദൂത് ചിലതിന്റെ മേൽ ചെന്ന് വീഴുന്നു. ഹല്ലേലൂയ. കണക്ട് ചെയ്യാതെ കിടക്കുന്ന, വിടുതലുകളിലേക്ക് കണക്ട് ചെയ്യാതെ കിടക്കുന്ന, വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കാതെ കിടക്കുന്ന ചിലതിന്റെ മേൽ ആ വാഗ്ദത്തത്തെ എത്തിക്കുന്ന നിലവാരത്തിൽ വചനം റിലീസ് ആകുകയാണ്. പ്രാർത്ഥിച്ചേ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. മിനി അബ്രഹാം എന്ന് ആ ഡിവൈസിനകത്തായിരിക്കുന്ന പ്രിയമാതാവേ, ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങൾക്ക് ആമേൻ സാക്ഷ്യം വഹിക്കാൻ ഒരു ഭയങ്കരമായ ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവ് ദാസിന്റെ മേൽ ഇറക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചില ദേശങ്ങളെ ആമേ ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ചു കളഞ്ഞത് ദൈവാത്മാവിനെ കാണിക്കുന്നു. വീണ്ടും ചിലതിന്റെ പദ്ധതികളെ പൊളിച്ചു കളഞ്ഞിട്ട് ആമേ ദൈവത്തിന്റെ പദ്ധതിയെ വെളിപ്പെടുത്തുന്ന ഭയങ്കരമായ ഒരു ശുശ്രൂഷകൾ ആമേ ദൈവത്തിന്റെ വെളിപ്പെടുത്തുകയാണ്. അമ്പൽ കമന ആമേൻ. ആ ദൈവം ആ ദാസിയോട് ദൂത് പറയുമ്പോൾ തന്നെ വീടിനകത്ത് ചിലതിനെയും കൂടെ ദൈവം തൊടുകയാണ്. ഹല്ലേലൂയ. ഭയങ്കരമായ ഒരു പകർച്ചകൾ ഇന്ന് പകൽ സംഭവിക്കുന്നു. ഭയങ്കരമായ പകർച്ചകൾ ഇന്ന് പകൽ സംഭവിക്കുന്നു. പ്രാർത്ഥിച്ചേ, എല്ലാവരും വചനങ്ങളെ തുറന്ന് ആത്മാവിലെന്ന് പ്രാർത്ഥിച്ചേ. എന്റെ അകത്തുനിന്ന് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്തുവാൻ എന്റെ അകത്ത് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ആമേ രാധ കുട്ടി എന്ന് പറയുന്ന ആ വൈറ്റ് ഷോളിട്ടിരിക്കുന്ന മാതാവേ, ദൈവത്തിന്റെ ആത്മാവ് ചില നിരാശകളെ പൊളിച്ചു കളഞ്ഞു ഭയങ്കരമായ ദൈവത്തിന്റെ ആവേ ഒരു മഴ ആവേ ഇന്ന് മകൻ കർത്താവ് ദാസിന്റെ മേൽ പെയ്തിറങ്ങുകയാണ്. പല പ്രാർത്ഥനകളും ചേമ്പുലയിൽ വീണ വെള്ളം പോലെ തെറിച്ചു പോകുമ്പോ കർത്താവിന്റെ സന്നിധിയിൽ നാം ഇരുന്ന മണിക്കൂറുകൾ പ്രാർത്ഥനകൾ പലതും ശത്രു തട്ടിത്തെറിപ്പിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം പറയുന്നു, വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചത് മണിക്കൂറുകൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം സാധ്യമാക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക്, ചില ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കുടുംബമായി കയറുവാൻ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഹല്ലേലൂയ. പേബ ജിജി എന്ന് പറയുന്ന സഹോദരി പരിശുദ്ധാത്മാവിന്റെ മകനെ തൊടുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട അക്കരെ കടന്നതുപോലെ കർത്താവേ ഒന്ന് വിടുവിക്കണമെന്ന് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ഓൾറെഡി ദൈവം തന്നെ ദൂതനെ അയച്ചു കഴിഞ്ഞു. ഇനി ഫറവോനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഒരു ചെങ്കടൽ കടന്ന് മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തതുപോലെ നീ നൃത്തം ചെയ്യാൻ തയ്യാറായിക്കോ. നീ മാത്രമല്ല, ഒരു കൂട്ടം നിന്റെ കൂടെ നൃത്തം ചെയ്യേണ്ടതിന് നിന്റെ കരത്തെ നിന്റെ നാവിനെ ബലപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ അകത്ത് കാർമേഘം മൂടിക്കിടക്കുന്നത് പോലെ അതേ ദൈവം തള്ളി നീക്കി ഒരു വെളിച്ചം നീ നിൽക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. ഒരു വെളിച്ചം വീശാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവ് തൊടുന്നു നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം മാറ്റുകയാണ്. ഈ കുടുംബമായി, നിങ്ങൾ കുടുംബമായി എന്തൊക്കെയോ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ റെഡി ആയിക്കൊള്ളാം. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കരത്തിന്റെ മേൽ അധികാരം, എഴുത്തുകളുടെ മേൽ അധികാരം പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി മരത്തിന്റെ ചുവടിൽ എല്ലാം കിളച്ച് ഫലം കാണാൻ വേണ്ടി അധ്വാനിച്ചത് കർത്താവിനെ കാണിക്കുന്നു. ദൈവാത്മാവ് പറയുന്നു, അധ്വാനത്തിന്റെ ഫലം വെളിപ്പെടാൻ പോവുകയാണ്. പലരെയും കുടുംബമായി വിടുവിച്ചെടുക്കാൻ ഞാൻ ഉപയോഗിക്കും. അത് മാത്രമല്ല, ദൈവം കുടുംബത്തിനകത്തും ചിലതിന് ഫലം കായ്ക്കുന്ന വൻ വൃക്ഷങ്ങളാക്കി മാറ്റാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന പച്ച ഈ സമയ കുടുംബങ്ങളായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവിന്റെ ദാസൻ റോയ് പോസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാസന് കൊടുത്ത വലിയ നിയോഗങ്ങൾക്ക് ദർശനത്തിനായി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവദാസനെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയൊരു കൺവെർഷൻ വേദികൾ ദാസന്റെ മുമ്പിൽ ഒരുങ്ങുകയാണ്. മറഞ്ഞു കിടക്കുന്ന ഒരു കള്ളർ വെളിപ്പെട്ടു വരുന്ന പോലെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒത്തിരി സാഹചര്യങ്ങൾ മറച്ചിടാൻ നോക്കി, പക്ഷേ ഒന്നിനും മറച്ചു വെക്കാൻ കഴിയാതെ ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടു വരുന്ന ഭയങ്കരമായ അധികാര നാവായി അനേകരെ പഠിപ്പിച്ച് പുറത്തെടുക്കാൻ, അനേകരെ വിടുവിച്ച് പുറത്തെടുക്കാൻ ചില പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ പ്രത്യേകമായ അധികാരങ്ങൾ തന്ന് അവയുടെ
ബന്ധനങ്ങളെ അഴിച്ചെടുക്കുന്ന വലിയ ആത്മമണ്ഡലം കർത്താവ് തുറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ ദൈവാത്മ പറയുന്ന ഭവനത്തിന് ഭയങ്കര ആഘോഷവും സന്തോഷവും ദാസന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോകുന്ന ആത്മാവ് പറയുന്നു യേശുവിന്റെ നാമത്തെ അതിനെ റിലീസ് ചെയ്യുകയാണ്. ആമേൻ ആമേൻ. കർത്താവേ അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ജിജി തമ്പി എന്ന് പറയുന്ന മാതാവേ ദൈവാത്മാവ് തൊടുകയാണ്. ഭയങ്കരമായ വിടുതലുകളിലേക്ക് ഇന്നു പകൽ കയറ്റുന്ന ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ. ക്രിസ്തു വെളിപ്പെട്ടു വരുന്നു. ക്രിസ്തു വെളിപ്പെട്ടു വരുന്നു. ആ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നു. ഒതുക്കിയതിനെ പൊളിച്ചു കളയുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഇതിനകത്തായിരിക്കുന്ന മുഴുവൻ പേരെയും ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ആമേ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി. ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ എവിടെ അവസരം കിട്ടിയാലും എവിടെ ചാൻസ് കിട്ടിയാലും കർത്താവിനെ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവോട് ചേർന്ന് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖിക്കരുത്, ഭാരപ്പെടരുത്. അയ്യോ എനിക്ക് പറ്റാതെ പോയി, അയ്യോ ഞാൻ വീണുപോയി, അയ്യോ ഞാൻ തകർന്നുപോയി എന്ന് കുറ്റബോധം ശത്രു കൊണ്ടിടുമ്പോൾ അതിനെല്ലാം ദൂരെ കളഞ്ഞ് പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ഞാഞ്ഞുകൊണ്ട് ഇനി എനിക്ക് കഴിയും, എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ മുന്നോട്ടോടുക. കർത്താവ് വരാറായി. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.